ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേറെ ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട CB350. ഇതെടുത്ത സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് അധികം അറിയാത്തതുകൊണ്ടും പിന്നെ ഞാൻ ഒരു ബൈക്ക് എക്സ്പേർട്ട് ഒന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾ ഒരു പുതിയ വണ്ടിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം കൺവിൻസിങ് ആണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഏകദേശം ഈ വണ്ടി എടുത്തിട്ട് 1.5 കൊല്ലമായി. ഏകദേശം 30,000 കിലോമീറ്റേഴ്സിൻ്റെ മുകളിൽ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, 1.5 വർഷം ഈ വണ്ടി ഉപയോഗിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ. കൂടുതൽ ടെക്നിക്കൽ ടേംസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും ഈ വണ്ടി സാധാരണ ഒരാൾ എടുക്കാൻ പോകുമ്പോൾ അയാൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ വണ്ടി ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എക്സ്-ഷോറൂം റേറ്റ് ഏകദേശം 2 lakh ചേഞ്ചസ് എന്താണ് 2,10,000 താഴെ കണ്ടെന്നുള്ളത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്. എനിക്ക് ഓൺ റോഡ് ബാംഗ്ലൂർ വന്നത് 2,34,000 അങ്ങനെയാണ് RTO ഇൻഷുറൻസ് എല്ലാം വന്നിട്ടുള്ളത്. ഇനീഷ്യലി എനിക്ക് ഇതിൻ്റെ എന്താ പറയുക, ഡെലിവറി എക്സ്പീരിയൻസ് ഒക്കെ കുറച്ച് മോശമായിരുന്നു. കാരണം ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി എടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്ക് വണ്ടി ഡെലിവറി കിട്ടിയിട്ടും എനിക്ക് ഒരു കീയേ കിട്ടിയുള്ളൂ. അപ്പം അതിൻ്റെ സർവീസ് ബുക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ എസ്കലേറ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് എന്താ പറയുക, ഓരോ സർവീസ് സ്റ്റേഷനും സെയിൽസ് സെൻറ്ററിലൊക്കെയുള്ള നമ്മുടെ കസ്റ്റമർ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് വണ്ടിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി ഞാൻ എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളൊരു ചെറിയൊരു കഥ പറയാം. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഉണ്ടായിരുന്നത് ഒരു ഹോണ്ടയുടെ ഡിയോ ആണ്. അത് സ്കൂട്ടറാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം 8-9 വർഷത്തോളം കാലം ഞാൻ ഹോണ്ടയുടെ ഒരു ഡിയോ സ്കൂട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ വണ്ടിയുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അപ്പോൾ തന്നെ എനിക്ക് ഹോണ്ടയുടെ ഒരു ചെറിയൊരു ഹോണ്ടയുടെ ക്വാളിറ്റീനെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ 8-9 കൊല്ലം ഹോണ്ട ഡിയോ ഉപയോഗിച്ചിട്ടും അതിന് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ അധികമായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരാത്തൊരു വണ്ടിയാണ്. പിന്നെ എൻ്റെ ബഡ്ജറ്റ് കുറച്ച് കുറവായ കാരണം ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹണ്ടർ ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന പോയ സമയത്ത് എനിക്ക് ആ വണ്ടി വലിയൊരു എന്താ പറയുക, ഇഷ്ടം തോന്നില്ല. ഒന്നൊരു ചെറിയ കുട്ടി വണ്ടിയാണ്. പിന്നെ അത് എനിക്ക് ആ വണ്ടി ഇഷ്ടമാകാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, അതോ എനിക്ക് ടെസ്റ്റ് റൈഡ് കിട്ടിയ വണ്ടി മോശമായതുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് വളരെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ വണ്ടി ഓടിച്ചപ്പോൾ. ഒരു ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഇതിയുടെ ഹോണ്ടയുടെ ഹൈനസ് ഉണ്ട്. അപ്പം ഞാൻ അതൊരു സമയത്ത് ഓടിച്ച സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമായി വണ്ടി അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള വണ്ടിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ ഹോണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ ഹോണ്ടയുടെ ഷോറൂം പോയി. ആദ്യം ഞാൻ ഓടിച്ചത് ഹൈനസ് ആണ്. ഹൈനസ് ഓടിച്ച് എനിക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ വണ്ടി എടുത്ത് ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് തോന്നി. ഹൈനസും ഈ വണ്ടിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് തോന്നി. വേറെ ഒന്നുമില്ല, ഹാൻഡ്ലിങ് തന്നെയാണ്. നമ്മൾ ഈ വണ്ടി ഇത്രയും ബൾക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ സ്മൂത്താണ്. എൻ്റെ ഒരു 1.5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്, ഇത് സിറ്റിയിലും അതുപോലെ ഹൈവേയിലും സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. നമ്മളൊരു 100+ കയറ്റി വിട്ടാലും ഇതിന് യാതൊരു വൈബ്രേഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, മറ്റേ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളൊക്കെ ഒരു 100+ കയറി കഴിഞ്ഞാൽ ഭയങ്കര വൈബ്രേഷൻ ആണെന്നുള്ളത്. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനത്തെ ഒരു കുലുക്കുമില്ലാത്ത വണ്ടിയാണ്. ഒരു 100, 110, 115 കയറിയാലും ഒരു കുലുക്കില്ല. പിന്നെ ഇതിൻ്റെ ലുക്ക് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. കണ്ടില്ലേ, വണ്ടി അത്യാവശ്യം നല്ലൊരു നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് വണ്ടികളുടെയൊക്കെ ഒരു സാദൃശ്യം തോന്നുന്നൊരു വണ്ടിയാണ്. ഒരു ക്ലാസിക് ലുക്ക് വണ്ടിയാണ്. നല്ല സൈഡിലും ക്രോമൊക്കെ കൊടുത്തിട്ട്, പിന്നെ ഇതിൻ്റെ വേറൊരു വേരിയേഷനും കൂടി വണ്ടിയുണ്ട്. അതിൽ കുറച്ചും കൂടി ക്രോമിൻ്റെ എലിമെൻറ്റ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും ഞാൻ പറയുന്നില്ല. എന്താ പറയുക, ടയറിൻ്റെ വെടുത്ത്, എഞ്ചിൻ്റെ കപ്പാസിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയുടെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് മാത്രം തരാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് വണ്ടി കണ്ടപ്പോൾ തന്നെ വളരെയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കുറച്ച് ഇങ്ങനെ കുഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് സീറ്റ് കുറച്ച് ഹാർഡാണ്. അപ്പോൾ
നമ്മളെന്താ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനൊരു കുഷൻ ഇട്ടിട്ട് ഒരു എക്സ്ട്രാ സീറ്റ് കവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതും കുറച്ചുകൂടി ഹാർഡായ കാരണം ഞാൻ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ എയർ സീറ്റ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ് എന്താ പറയുക, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ സ്മൂത്താണ്. സംഭവം വണ്ടി നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും, കാരണം ഞാൻ ഒരു സ്കൂട്ടർ ഒരുപാട് കാലം ഓടിച്ച ഒരാൾ പെട്ടെന്ന് ഇതുപോലത്തെ ഒരു ഹെവി വണ്ടിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഈ വണ്ടി സിറ്റിയിലായാലും അത്ര ഹെവി ട്രാഫിക്കിലായാലും നമുക്ക് എടുത്തുകൊണ്ട് കിടക്കാൻ വളരെ സ്മൂത്താണ്. പിന്നെ ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ്, നിങ്ങൾക്ക് ബാംഗ്ലൂരുള്ളവർക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ക്ലച്ചൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രാഫിക് ഒരു 5-6 കിലോമീറ്ററൊക്കെ നമ്മൾ ട്രാഫിക് മൂവ് ചെയ്യുമ്പോൾ കൈയൊക്കെ ശരിക്കും വേദനിക്കും. പക്ഷേ ഇതിൻ്റെ ക്ലച്ച് ശ്രദ്ധിച്ചോ, ജസ്റ്റ് ഒരു ഫിംഗർ കൊണ്ട് നമുക്കിതാ ക്ലച്ച് എൻഗേജും ഡിസെൻഗേജും ചെയ്യാൻ പറ്റും. കാരണം അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ കയ്യിൽ റോയൽ എൻഫീൽഡ് ഒരു വണ്ടിയുണ്ട്. അതിൽ ഞാൻ അതിൻ്റെ ക്ലച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ഭയങ്കര ഹാർഡാണ് അതിൻ്റെ ക്ലച്ച്. പക്ഷേ ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലച്ച് കേബിൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, അത് നെഗറ്റീവ് സൈഡ്സ് ഒക്കെ പറയുന്ന സമയത്ത്, ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ പറയുന്ന സമയത്ത് പറയാം. അപ്പോൾ ഓവറോൾ റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിറ്റിയിലായാലും ലോങ് റൈഡ് പോകുമ്പോഴും വളരെ കംഫർട്ടായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഈ സാധനം, ഈ പില്ലൻ സപ്പോർട്ട് ഞാൻ എക്സ്ട്രാ വെച്ചതാണ്. പിന്നെ ഈ വണ്ടിക്ക് വരുന്നത് LED ഹെഡ് ലാമ്പ്, പിന്നെ അതുപോലെ നമ്മുടെ ഇൻഡിക്കേറ്ററിൽ ഇത് ഓൾവേസ് കത്തിക്കൊണ്ടിരിക്കും. പുറകിൽ കത്തൂല കേട്ടോ, ഫ്രണ്ടിൽ അത് കത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഈ വേരിയൻറ്റിന് ഇവിടെ കുറച്ച് സ്വിച്ച് കാണാം നിങ്ങൾക്ക്. ഇത് നമ്മൾ ഇവരുടെ ഹോണ്ടയുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റും. നാവിഗേഷൻ, നമ്മുടെ മ്യൂസിക്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കോൾ എടുക്കുന്നതും കോൾ ഡിസ്കണക്ട് ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഈ ഒരു ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. പക്ഷെ ഇത് ഒരു 1.5 വർഷത്തിലേറിപ്പോൾ ഒരു 10 പ്രാവശ്യം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന്, ഞാൻ എന്താ പറയുക, ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ഫോൺ നമ്മളിവിടെ വെക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കും. അല്ലാണ്ട് എന്താ പറയുക, ഇത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. പിന്നെ ഈ വണ്ടിയുടെ എന്താ പറയുക ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറോൾ നല്ലൊരു ഭംഗിയുള്ള വണ്ടിയാണിത്. കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. ഞാനിത് എടുത്ത സമയത്ത് പറഞ്ഞില്ലേ, 1.5 വർഷം മുമ്പ് ഞാൻ എടുത്ത സമയത്ത് ഇതങ്ങനെ റോഡിലൊന്നും അധികം ഇറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ബാംഗ്ലൂർ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ എന്നോട് വണ്ടി എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതേതാ വണ്ടി, ഇത് ഹോണ്ട ആണല്ലോ, ഇത് റോയൽ എൻഫീൽഡ് അല്ലല്ലോ, വണ്ടി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ റോഡിൽ ഈ വണ്ടി കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ വണ്ടിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ ഒട്ടുമില്ല എന്നുള്ളതാണ്. ഒരു 100 അബോവ് പോയി കഴിഞ്ഞാലും വണ്ടിക്ക് യാതൊരു കുലുക്കും ഇല്ലാത്തൊരു വണ്ടിയാണിത്. നമ്മുടെ കാലിലേക്കോ കയ്യിലേക്കോ ഒന്നും ഒരു വൈബ്രേഷൻ അറിയത്തില്ല. കാരണം ഞാൻ വേറെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു 80-90+ കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, വൈബ്രേഷൻ്റെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളെന്ന് പറയുന്നത് പലർക്കും പല രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പലരും 40 ഒക്കെ കിട്ടുന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ആവറേജ് കിട്ടുന്നത് 35 ആണ്. സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 35 കിട്ടും. നമ്മൾ ഹൈവേയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു 38-39 ഒക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട്. അത് നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചിരിക്കും. ഇതിന് മൈലേജ് ഒന്ന് നമ്മൾ ഓടിക്കുന്നതനുസരിച്ച് ഒരു 70-80 ആ ഒരു റേഞ്ചിൽ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 40+ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇതിലൊക്കെ മാക്സിമം കിട്ടിയിട്ടുള്ള ഒരു 39 ആണ് എനിക്ക് മാക്സിമം ഈ വണ്ടിയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ പൊതുവേ ഞാൻ ഈ വണ്ടി അധികം ഓടുന്നത് ബാംഗ്ലൂർ ട്രാഫിക്കിലാണ്. അതുകൊണ്ട് എനിക്കൊരു 35, ഒരു 34-35 ആ റേഞ്ചിൽ എനിക്ക് ഇതിൻ്റെ മൈലേജ് കിട്ടാറുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ്റനൻസിലേക്ക് വരാം. ഈ വണ്ടി ഏകദേശം 1.5 വർഷം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് വരുന്നതെന്ന് പറയാം. ഒന്ന്, ഇതിൻ്റെ മെയിൻ്റനൻസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 കിലോമീറ്റേഴ്സിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് വരുന്നത്. 6000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം, ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ മെയിൻ്റനൻസും 6000 കിലോമീറ്റേഴ്സിലാണ് വരുന്നത്. ബാംഗ്ലൂർ എനിക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, അതായത് ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 3500 to 4000 റുപ്പീസ് എനിക്ക് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 6 സർവീസ് എടുത്തിട്ടുണ്ടാവും ഈ വണ്ടിക്ക്.
6 എനിക്ക് തോന്നുന്നു, ഒരു 6 സർവീസ് എടുത്തിട്ടുണ്ടാവും. ഏകദേശം എല്ലാ സർവീസിലും എനിക്ക് ലേബർ കോസ്റ്റ് ഒക്കെ അടക്കം ഏകദേശം ഒരു 4000 ബില്ല് വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ എക്സ്ട്രാ ഇതിൻ്റെ നമ്മൾ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ട്. ഇനി ഈ 1.5 വർഷം ഉപയോഗിച്ച് 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ഞാൻ എന്തൊക്കെ റീപ്ലേസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഫസ്റ്റ് ഇതിൻ്റെ ബ്രേക്ക് പാഡ്, ഇതിൻ്റെ സ്റ്റോക്ക് ബ്രേക്ക് പാഡ് എനിക്ക് ഫസ്റ്റ് 12,000 കിലോമീറ്റേഴ്സ് ആയപ്പോൾ എനിക്ക് ബാക്കും ഫ്രണ്ടും ഏകദേശം തീരാറായിരുന്നു. ഒരു 10-15% മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്രണ്ടും ബ്രേക്കും ഞാൻ ഷോറൂമിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഷോറൂമിൽ നിന്ന് മാറിയ സമയത്ത് എനിക്ക് ഏകദേശം 1000 ചേഞ്ച് ആണ് ഈ 2 ബ്രേക്ക് പാഡിനും കൂടി വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ബ്രേക്ക് പാഡ് മാറുന്നത് ഏകദേശം ഒരു 24,000 കിലോമീറ്റേഴ്സ് ആ സമയത്താണ്. ആ സമയത്ത് ഞാൻ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷോറൂമിൽ നിന്ന് മാറാണ്ട് ഞാൻ സ്വന്തമായിട്ട് ആമസോണിൽ നിന്ന് ഒരു ബ്രേക്ക് പാഡ് വാങ്ങിച്ചിട്ടു. അതിന് എനിക്ക് 350 എങ്ങാണ്ട് മാത്രമാണ് എനിക്ക് 2 ഫ്രണ്ടും ബ്രേക്കും കൂടി എനിക്ക് കോസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 1300 ഓളം എനിക്ക് ഷോറൂമിൽ നിന്ന് ബ്രേക്ക് പാഡിന് കാശ് വന്നത്. ഞാനത് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് ഞാനത് സ്വന്തമായിട്ട് ഇട്ടപ്പോൾ എനിക്കൊരു 350 റുപ്പീസ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. ആ ബ്രേക്ക് പാഡാണ് ഇപ്പോൾ ഒരു 24,000-25,000 കിലോമീറ്റർ മുതൽ ഇപ്പോൾ ഏകദേശം 30,000 കിലോമീറ്റർ കഴിഞ്ഞ് ഓടുന്നത്. ഇനിയും ആ ബ്രേക്ക് പാഡ് ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ മാറ്റുന്നവർക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ കാശ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഇതിൻ്റെ ചില സാധനങ്ങളൊന്നും പൊതുവെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇനി ബാംഗ്ലൂരിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല, നാട്ടിലുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഷോറൂമിൽ മാത്രമേ ചില സാധനം കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു സാധനം ഞാൻ മാറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെയിനസ് പോക്കറ്റാണ്. അത് ഏകദേശം ഒരു 24,000 കിലോമീറ്റർ ആയ സമയത്ത് ഇതിൻ്റെ ചെയിനസ് പോക്കറ്റും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയിനസ് പോക്കറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ എക്സാക്ട് കോസ്റ്റ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതിനെ റീപ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺസെറ്റ്. ഒരു 2 മാസം മുമ്പ് ഞാൻ ഇതിൻ്റെ കോൺസെറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്ന് എന്താ പറയുക, ഹമ്പെല്ലാം ചാടുന്ന സമയത്തൊരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ഇത് കുറേ മുമ്പേ ഇതിൻ്റെ കോൺസെറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 19,000-20,000 കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഇതിൻ്റെ കോൺസെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഇവിടെ നമുക്ക് ഈ സാധനം ഇത് ലൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് ടൈറ്റ് ചെയ്ത് ഞാൻ മാക്സിമം അതിങ്ങ് കൊണ്ടെത്തിച്ചത് ഏകദേശം ഒരു 27,000-29,000 കിലോമീറ്റേഴ്സ് വരെ ഞാൻ ആ സ്റ്റോക്ക് കോൺസെറ്റ് എത്തിച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ എനിക്ക് കൂടുതൽ അത് ഹാൻഡിൽ ടൈറ്റായി. പിന്നെ കൂടുതൽ ടൈറ്റ് ആക്കാനില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് ആ ഒരു വണ്ടി ഓടിക്കാം, ജസ്റ്റ് ഓടിച്ചു പോകുന്നവർക്ക് കുഴപ്പമില്ല, അങ്ങനെ ഓടിച്ചു പോകാം. പക്ഷെ നമുക്ക് ആ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഹാൻഡിലിൻ്റെ ഒരു എന്താ പറയുക ഫീലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കോൺസെറ്റ് മാറ്റാൻ എനിക്ക് ഏകദേശം 4,500 രൂപയാണ്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോൺസെറ്റ് മാത്രമല്ല, ഈ സസ്പെൻഷനകത്തുള്ള ഫ്ലൂയിഡ് ഉണ്ട്, അതും കൂടി റീപ്ലേസ് ചെയ്തു. കാരണം കോൺസെറ്റ് മാത്രം മാറി ഏകദേശം ഒരു 29,000 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടിയ വണ്ടി കോൺസെറ്റ് മാത്രം മാറി സസ്പെൻഷൻ ഫ്ലൂയിഡ് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോൺസെറ്റ് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത ഉണ്ട്. അത് കാരണമാണ് ഞാൻ ഇതിൻ്റെ സസ്പെൻഷൻ ഫ്ലൂയിഡും കൂടി മാറ്റിയത്. ഇത്രയാണ് ഞാൻ ഈ വണ്ടിയിൽ കാര്യമായിട്ട് അത് റീപ്ലേസ് ചെയ്തിട്ടില്ല. ഒന്ന് ബ്രേക്ക് പാഡ് 2 പ്രാവശ്യം മാറി. പിന്നെ ചെയിൻസ് പോക്കറ്റ് ഒരു പ്രാവശ്യം മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കോൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഏകദേശം ഇതിൻ്റെ ഒരു എക്സ്പെൻസ് നോക്കിയായിരുന്നു. ഒരു 1.5 വർഷം ഏകദേശം എനിക്കൊരു 30,000 to 35,000 1.5 വർഷം ഇതിൻ്റെ മുകളിൽ ചിലവായിട്ടുണ്ട്. ഇത് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും കൂടുതലാണ്. പക്ഷേ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ബ്രേക്ക് പാഡ് നമുക്ക് സ്വന്തമായിട്ട് മാറ്റാം. ഫിൽറ്റർ നമുക്ക് സ്വന്തമായിട്ട് മാറ്റാം. എൻജിൻ ഓയിൽ കമ്പനി തരുന്നത് ഏകദേശം 1,000 റുപ്പീസ് എങ്ങാണ്ടാണ് എൻജിൻ ഓയിലിന് വരുന്നത്. നമ്മൾ സ്വന്തമായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാ 1 ലിറ്റർ എൻജിൻ ഓയിൽ 600-700 അങ്ങനെ ഫുള്ളി സിന്തറ്റിക് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് തന്നെ ഈ വണ്ടിയുടെ കുറേ പണികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബേസിക് സർവീസ് മാത്രമേ ഞാൻ സർവീസ് സെൻറ്ററിൽ ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യലാണ് പതിവ്. ഇപ്പോൾ ഫിൽറ്റർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാറിയിട്ടുണ്ട്, ബ്രേക്ക് പാഡ് മാറി. ഇനി അടുത്ത പ്രാവശ്യം മുതൽ എൻജിൻ ഓയിലും ഞാൻ തന്നെ മാറാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കമ്പനിയിൽ ഇതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വരാം. ഈ വണ്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
ഒന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ, അത്യാവശ്യം പവറുള്ള വണ്ടിയാണ്. പക്ഷേ പവർ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറിൽ മാത്രമാണ് ഈ വണ്ടിക്ക് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ. ഒരു ഫസ്റ്റ് 3 ഗിയറിൽ മാത്രമാണ് അത്യാവശ്യം വണ്ടിക്ക് പവർ ഉള്ളത്. ഫോർത്തും ഓക്കെയാണ്. ഫിഫ്ത്ത് ഗിയർ ചിലപ്പോൾ നമുക്ക് തോന്നും എന്തിനാ ഫിഫ്ത്ത് ഗിയർ നിന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ചിലപ്പോൾ വണ്ടി പെർഫോം ചെയ്യല്. പിന്നെ ഫിഫ്ത്ത് ഗിയർ ഇടണം എന്നുണ്ടെങ്കിൽ വണ്ടി മിനിമം ഒരു 90+ കയറിയതിന് ശേഷം മാത്രമേ ഫിഫ്ത്ത് ഗിയറിൽ ഇട്ടിട്ട് കാര്യമുള്ളൂ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇനി വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഓടിക്കുന്നിടത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ ലോവർ ഗിയറിലാണെങ്കിലും നെക്സ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം RPM കയറിയതിൻ്റെ ശേഷം മാത്രം ഗിയർ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് വരത്തില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ് ലാമ്പാണ്. ഇതിൻ്റെ ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് വളരെ വളരെ മോശം സാധനമാണ്. തീരെ ബ്രൈറ്റ്നെസ് ഇല്ലാത്തൊരു സാധനമാണ്. അത് സിറ്റിയിലും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഓടിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഈ വണ്ടി എടുത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ലൈറ്റ് വെക്കാണ്ട് ഒരിക്കലും ഒരു ലോങ് റൈഡിന് അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനിലേക്കൊന്നും പോകരുത്. കാരണം ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ത്രോ വളരെ മോശമാണ്. നമുക്ക് ശരിക്കും നല്ല ഇരുട്ടുള്ള സമയത്തൊന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ 2 ഓക്സ് ലൈറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, താഴെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്. ഈ സാധനം വെച്ചുകൊണ്ടാണ് ഞാൻ ഊട്ടി, കൊടൈക്കനാൽ, ചിക്ക്മാംഗ്ലൂരൊക്കെ പോയിട്ടുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് എൻ്റെ ട്രിപ്പ് ഈ വണ്ടിയായിട്ട് ഞാൻ ചിക്ക്മാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഓക്സ് ലൈറ്റ് ഇല്ലായിരുന്നു. ശരിക്കും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ആ രാത്രി വരുന്ന സമയത്ത്. കാരണം ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഞാനൊരു എന്താ പറയുക 15ൻ്റെ മുകളിൽ ഞാൻ ആ രാത്രി തിരിച്ചു വരുമ്പോൾ പിടിച്ചില്ല. കാരണം റോഡിൽ കുഴിയുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എക്സ്ട്രാ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടി ആരെങ്കിലും എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഓക്സ് ലൈറ്റിനകത്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഓക്സ് ലൈറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇതിമേ ഒരു ലോങ് റൈഡ് പോകാൻ പറ്റില്ല. പിന്നെ ഈ വണ്ടിക്ക് വരുന്നൊരു പ്രശ്നം, ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഹൈനസിൻ്റെ റിവ്യൂ. കാരണം ആ സമയത്ത് ഈ വണ്ടിയുടെ റിവ്യൂ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. കാരണം ഈ വണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അന്നേരം കുറച്ച് ആൾക്കാരൊക്കെ ഇതിനകത്ത് വന്ന് കമൻറ്റ് ചെയ്ത് തന്നെ ഈ വണ്ടിക്ക് പെയിൻറ്റ് ചിപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് പെയിൻറ്റ് അടർന്നു പോരുന്നൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ എനിക്ക് ഈ വണ്ടിയിൽ പെയിൻറ്റ് ചിപ്പിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. നിങ്ങളിതാ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഏരിയയിലൊക്കെ പെയിൻറ്റ് ചിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ഫ്രണ്ടിൽ ഈ സൈഡിലൊക്കെ പെയിൻറ്റ് ചിപ്പ് ചെയ്ത് പോയി. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്താണ്. ഇതിൻ്റെ മെയിൻ പെയിൻറ്റ് ചിപ്പ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇവിടെ. പിന്നെ ഞാൻ ഇത് ടൈറ്റ് ചെയ്യുന്നതുകൊണ്ട് പോയതാണെന്ന് നോക്കുക. ഈ ഏരിയയിൽ അതുപോലെ ഈ സൈലൻസറിൻ്റെ ഈ ഹോൾഡ് ചെയ്യുന്ന ഇതിൻ്റെ പുറകിലൊക്കെ പെയിൻറ്റ് ചിപ്പ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സർവീസിന് പോയ സമയത്ത് ഞാൻ അവരെ കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ പെയിൻറ്റ് ചിപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാർ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്. പക്ഷെ അത് ആദ്യമായിട്ടല്ല, ഇത് ഹൈനസിലും ഒരുപാട് പേര് ഈ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമായിട്ട് ഈ വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഓവറോൾ എന്താ പറയുക, ഞാൻ 1.5 വർഷം ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഞാൻ ഒരു സ്കൂട്ടർ ഓടിച്ചിട്ട് ബൈക്കിലേക്ക് വന്ന ആളായതുകൊണ്ടായിരിക്കും എനിക്ക് ഈ വണ്ടി വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. എന്നാൽ സ്ഥിരമായിട്ട് ഒരു ഹൈ എൻഡ് വണ്ടിയൊക്കെ, ഒരു പ്രീമിയം വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ട്, ചിലപ്പോൾ അവർക്കിത് ഇഷ്ടമായിക്കൊള്ളുന്നില്ല. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ടുള്ള വണ്ടി, നമുക്ക് ബോത്ത് സിറ്റി ആൻഡ് ഹൈവേയിൽ നല്ല അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടി. പിന്നെ സീറ്റ് കുറച്ച് ഹാർഡായതുകൊണ്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത്. അത് നമുക്ക് എന്താ പറയുക, ഒരു കുഷ്യനുള്ള സീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എയർ സീറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഈ പുള്ളിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നം, അതും റൈഡറിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ റൈഡർ കുറച്ച് എക്സ്പേർട്ട് റൈഡർ ആണെന്നുണ്ടെങ്കിൽ, കാരണം ഈ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് ഈ സ്കൂട്ടർ ഓടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് ഗിയറൊക്കെ ഞാൻ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കുറച്ച് പവർ ലാഗ് ഉള്ളതായി തോന്നിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 വർഷം ഈ വണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഏത് സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അങ്ങനെ പവർ ലാഗ് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ഓവറോൾ ഞാൻ ഹാപ്പിയാണ്.
വണ്ടി എടുത്തിട്ട് എനിക്കങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഈ സർവീസ് കോസ്റ്റ് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് കുറച്ച് മെയിൻ്റനൻസ് കുറച്ച് കൂടുതലാണെന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് തന്നെ മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട് വന്നു. ഇത് എടുക്കുന്നത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരാൾ സ്കൂട്ടർ ഒരുപാട് കാലം ഉപയോഗിച്ചിട്ട് ഒരു ബൈക്കിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല വണ്ടിയാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്ന സമയത്ത് കുറച്ച് നല്ല കംഫർട്ടും ഹാൻഡിൽ ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല വണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക് യു.